ശ്രീ ഗണേശ ശാരദാഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ 20, 21 എന്നീ ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവധീഃ സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിതാ ശിവകാമേശ്വരാംഗസ്ത ശിവ സ്വാധീനവല്ലഭ. അമ്മ ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ എന്നുള്ള നാമത്താൽ വർണ്ണിക്കപ്പെടുകയാണ്. മധുരമായി ശബ്ദിക്കുന്ന രത്നഖചിതമായ തങ്കച്ചിലമ്പ് അണിഞ്ഞുകൊണ്ട് കമനീയവും ഐശ്വര്യസമ്പൂർണവുമായ പാദകമലങ്ങളോടെ നടക്കുന്നു. അങ്ങനെ പാദകമലങ്ങളോടുകൂടിയവൾ അമ്മ. ശിഞ്ചാനം കിലുങ്ങുന്ന, മണിമഞ്ജീരം രത്നം പതിച്ച ചിലമ്പ്, മണ്ഡിതം അലംകൃതം, ശ്രീ ഐശ്വര്യപൂർണം ശ്രീമത്തായത്, പാദാംബുജം പാദങ്ങളാകുന്ന താമരപ്പൂവ്, ഹൃദ്യമായ മണിനാദം മുഴക്കുന്ന കിങ്കിണികളുള്ള പാദസരങ്ങളാൽ അലംകൃതമായ പാദാംബുജങ്ങളോടു കൂടിയവൾ ദേവി. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ദേവിയുടെ ശ്രീമത്തായ പാദാംബുജത്തിൽ അണിഞ്ഞിരിക്കുന്ന രത്നകിങ്കിണികളുടെ പാദസ്വരങ്ങളുടെ ആ മാധുര്യാണ് പ്രസ്താവിക്കുന്നത്. മധുരമായി ശബ്ദം പൊഴിക്കുന്ന രത്നഖചിതമായ തങ്കച്ചിലമ്പുകൾ, ചിലമ്പുകൾ അണിഞ്ഞ് കമനീയമായി ഐശ്വര്യസമ്പൂർണമായി ദേവി നടക്കുന്നു. ആ പാദകമലങ്ങൾ വെച്ചുകൊണ്ട് അമ്മ എവിടെ നടക്കുന്നു അവിടെ അമ്മ ജൈഷ്ണു ആണ് എന്ന് പറഞ്ഞ് അവിടെ വിജയം മാത്രമേ ഉള്ളൂ, ഐശ്വര്യം മാത്രമേ ഉള്ളൂ. ആ മണിമഞ്ജീരം ഭക്തൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയും. ഉപാസകർ ദേവിയുടെ ആ പാദസരങ്ങളുടെ ആ കിലുക്കം കേൾക്കാറുണ്ട് എന്ന് പറയുന്നു. നല്ല തികഞ്ഞ സാത്വികളായിട്ടുള്ള ഉപാസകർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്ന് പറയുന്നു. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടെ ആരാണോ പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അമ്മയുടെ ഈ സാമീപ്യം അനുഭവിക്കാൻ സാധിക്കും. തങ്കച്ചിലമ്പുകളുടെ മഞ്ജീര ആ ശബ്ദവും കേൾക്കാനായിട്ട് സാധിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. അങ്ങനെയുള്ള ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ പാദദർശനവും സാന്നിധ്യവും ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജായൈ നമ. അടുത്ത നാമം മരാളി മന്ദഗമന. മരാളം എന്ന് പറയുമ്പോൾ അരയന്നപ്പിടയാണ്. അരയന്നപ്പിടയുടെ ഗമനം പോലെ മന്ദമാണ് അരയന്നങ്ങൾ നടക്കുന്നത്. അങ്ങനെ മന്ദം സഞ്ചരിക്കുന്നു അമ്മ. യാതൊരുവിധ ഉദ്വേഗമില്ലാതെ, ബദ്ധപ്പാടില്ലാതെ, ആകാംക്ഷയില്ലാതെ അമ്മ സർവജ്ഞയാണ്, സർവശക്തയാണ്. യാതൊരു വിധത്തിലുള്ള ഉത്കണ്ഠയുമില്ലാതെ അമ്മ നടക്കുന്നു. എല്ലാറ്റിനും അധീശ്വരിയാണ് അമ്മ. സർവതന്ത്ര സ്വതന്ത്രയാണ് അമ്മ. ശക്തി സ്വരൂപിണിയായ അമ്മ പാദസരങ്ങളൊക്കെ അണിഞ്ഞ്
ഒരു അരയന്നപ്പിട എത്രമാത്രം ലാസ്യത്തോടെ നടക്കുന്നുവോ അതുപോലെയാണ് നടക്കുന്നത്. അമ്മയുടെ ആ രൂപം നമുക്കും ലഭ്യമാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം മരാളി മന്ദഗമനായേ നമ. അടുത്ത നാമം മഹാലാവണ്യ ശേവധീ. ലാവണ്യത്തിൻ്റെ ശേഖരമാണ് അമ്മ. ഉത്കൃഷ്ടമായ ലാവണ്യങ്ങൾക്ക് മുഴുവൻ ഇരിപ്പിടമായവൾ, ശേഖരമായവൾ, കടലായിട്ടുള്ളവൾ, നിറവായിട്ടുള്ളവൾ അമ്മ. ശേവധി എന്ന് പറയുമ്പോൾ ഖജനാവ് എന്നർത്ഥമുണ്ട്. എല്ലാറ്റിനും ശേഖരമാണ്. ദേവിയുടെ അതുല്യമായ സൗന്ദര്യം വർണ്ണിക്കാൻ ബ്രഹ്മാവ് തുടങ്ങിയ കവീന്ദ്രന്മാർക്ക് പോലും സാധിക്കില്ല എന്ന് പറയാണ്. ദേവിയുടെ തിരുമേനിയിൽ നിന്ന് പ്രസരിക്കുന്നത് ദീപ്തമായ ശോഭയാണ്, പ്രഭയാണ്, കാന്തിയാണ്. ആ ലാവണ്യം എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? ആ കമലങ്ങളിൽ ശിരസ് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ലാവണ്യത്തിൻ്റെ ശേഖരമായിട്ടുള്ള അമ്മയിൽ നിന്ന് തീർച്ചയായിട്ടും ചെറു കിരണങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അങ്ങനെ ഉള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം മഹാലാവണ്യ ശേവധിയേ നമ. അടുത്ത നാമം സർവാരുണ. സർവാരുണ എന്ന് പറയുമ്പോൾ എല്ലാം ചുവപ്പ് നിറമായവൾ, സർവവും ചുമപ്പ് നിറമായവൾ, ചുവപ്പ് മയമായവൾ. സ്ഥൂല സങ്കല്പത്തിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥൂല വർണ്ണനയാണ് നമുക്ക് വശിന്യാദി വാഗ്ദേവതമാർ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ നിറം, ദേവിയുടെ ആഭരണങ്ങൾ, ആടകൾ ഇതെല്ലാം ചുവപ്പ് നിറമാണ്. എന്നാൽ അത് സൂക്ഷ്മത്തിലേക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സംഹാരരൂപമായിട്ടുള്ള ഭാവം, പ്രകൃതി ശക്തിയുടെ ഭാവം, രാജസത്തിൻ്റെ നിറഞ്ഞ പ്രതീകം, രജോ ഗുണം അത് ചുവപ്പ് നിറമാണ്, പ്രകാശമാണ്. ഇതെല്ലാം അമ്മ. അങ്ങനെ ചുവപ്പ് നിറമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വസ്ത്രം, രൂപം, ആഭരണം എല്ലാം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നാമങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരും. ഉദ്യദ്ഭാനു സഹസ്രാഭ, ഉദിച്ചു വരുന്ന സൂര്യൻ. ആ സൂര്യോദയത്തിൽ തികഞ്ഞ ചുവപ്പ് നിറമാണ്. അരുണോദയം, അരുണൻ്റെ വർണ്ണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയും ഇരട്ടി ചുവപ്പ് നിറമാണ്. ദേവിയുടെ നിറം ചുവപ്പ്. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടി, അമ്മയുടെ വസ്ത്രം ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഇനി ചിദഗ്നിയിൽ നിന്നും ഉയർന്നു വരുന്ന ദേവി, ചുവപ്പ് നിറം. 1000 ഉദയസൂര്യന്മാരുടെ നിറം, എല്ലാം ജ്യോതിസാണ് അമ്മ. അങ്ങനെ സർവാരുണായേ നമ. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും ആദ്യം ദേവി ചുമപ്പിൽ മുക്കുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം നടത്തുന്നത് ദേവിയുടെ രജോ ഗുണം നിറഞ്ഞ് പ്രസരിക്കുന്ന സമയമാണ്. ചുവപ്പ് പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ, സൃഷ്ടിയുടെ പ്രകടനമാണ് ചുവപ്പ്. ഇപ്പോൾ ദേവി എന്ന് പറഞ്ഞാൽ സർവാരുണ. അടുത്ത നാമം അനവദ്യാംഗി. അനവദ്യാംഗി, അനവദ്യം എന്നാൽ അത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ദേവിയുടെ ഓരോ അംഗവും വന്ദനീയമാണ്, മഹനീയമാണ്, സർവ അവയവ സുന്ദരിയാണ് ദേവി എന്നർത്ഥം. അങ്ങനെയുള്ള ദേവിയുടെ ശരീരം അനവദ്യമാണ്. അനവദ്യം എന്ന് പറഞ്ഞാൽ, അവദ്യം എന്ന് പറഞ്ഞാൽ നിന്ദ്യം.
അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവദ്യം എന്നാൽ നിന്ദ്യം, നിന്ദിക്കപ്പെടേണ്ടതല്ല. പിന്നെ എന്താണ്? അനവദ്യം, വന്ദിക്കേണ്ടതാണ്. അനവദ്യം എന്നാൽ വന്ദ്യം, വന്ദിക്കേണ്ടത്. അത്രയ്ക്കും മനോഹാരിതയാണ് ദേവിക്ക്. വന്ദനീയമാണ്, മഹനീയമാണ്. അങ്ങനെയുള്ള സുന്ദരാംഗങ്ങളോട് കൂടിയവൾ ദേവി അനവദ്യാംഗി. യാതൊരു കുറവും പറയാനില്ലാത്ത അംഗലാവണ്യത്തോടു കൂടിയവൾ ശ്രീ മഹാദേവി. എല്ലാ ലക്ഷണങ്ങളും ഒത്ത അംഗങ്ങളോടുകൂടിയ ദേവി. പരിപൂർണ രാജരാജേശ്വരിയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം അനവദ്യാംഗേ നമ. അടുത്ത നാമം സർവാഭരണഭൂഷിത. സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നവൾ. എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു. ശിവകാമേശ്വരൻ്റെ പത്നിയായിട്ടുള്ള ശ്രീ മഹാദേവി സകലവിധ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ശിരസിൽ ചൂടാരത്നം തുടങ്ങി ഉരസിൽ രത്നാഭരണങ്ങൾ, പാദസരം, മിഞ്ചി, ഒഡ്യാണം, അങ്ങനെ ഓരോരോ ആഭരണ വിശേഷങ്ങളും വൃത്തിയായി മനോഹരമായി അണിഞ്ഞ് പരിലസിക്കുന്നവളാണ് ദേവി. അതാണ് സർവാഭരണ ഭാസുര എന്ന് പറയാം, സർവാഭരണ ഭൂഷിത എന്ന് മനസ്സിലാക്കാം. ദേവിയുടെ ആ സ്ഥൂല രൂപ വർണ്ണനയാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവിക്ക് ഇങ്ങനെ ഭാസുരയായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിക്ക് കേശാദിപാദം അണിയാനായിട്ട് ഒരുപാട് ആഭരണങ്ങളുണ്ട്. മിഞ്ചി തുടങ്ങിയിട്ട് കാലിൻ്റെ വിരലുകളിൽ അണിയാനുള്ള ആ മിഞ്ചി തുടങ്ങി ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആഭരണങ്ങൾ ദേവിക്ക് ഉണ്ട്. അതെല്ലാം അണിഞ്ഞുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായി രാജരാജേശ്വരിയായിട്ട് അമ്മ വിരാജിക്കുകയാണ്. അങ്ങനെ ആ മഹാദേവിക്ക് നമസ്കാരം. ഓം സർവാഭരണഭൂഷിതായേ നമ. അടുത്ത നാമം ശിവകാമേശ്വരാംഗസ്ഥ. ശിവകാമേശ്വരാംഗസ്ഥ, ശിവകാമേശ്വരൻ്റെ അംഗതലത്തിൽ മടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ, ഇരിക്കുന്നവൾ ദേവി. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടത് അമ്മയുടെ സൗന്ദര്യ വർണ്ണനയാണ്, സ്ഥൂല രൂപ വർണ്ണനയാണ്. ഇനിയിപ്പോൾ ഈ നാമത്തിൽ കാണുന്നത് അമ്മ എവിടെ ഇരിക്കുന്നത്, അമ്മ സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് മഹാദേവൻ്റെ, ശിവകാമേശ്വരൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശിവൻ്റെ ഇടത്തെ തുടയിലാണ് ദേവി ഇരിക്കുന്നത്. ശിവൻ കാമരൂപിയാണ്, കമനീയമായ രൂപമുള്ള ഭഗവാനാണ്. ഇഷ്ടമുള്ള രൂപം എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സർവഥാ കഴിവുള്ളവനും തൽപരനുമാണ്. കാമദേവന് പോലും ഈശ്വരനായ മഹാദേവനാണ് ശിവകാമേശ്വരൻ. അങ്ങനെ ശിവകാമേശ്വരൻ്റെ മടിത്തട്ടിൽ വിരാജിക്കുന്നു ദേവി. എല്ലാ അറിവിനും ഈശൻ ശിവൻ എന്ന് അർത്ഥം പറയാം. കാമം, കാമേശ്വരൻ്റെ മടിത്തട്ടിൽ എന്ന് പറയുമ്പോൾ കാമം എന്ന പദത്തിന് ജ്ഞാനം എന്നുകൂടി അർത്ഥം പറയുന്നു. അപ്പോൾ കാമദേവനെ പോലും ചുട്ടരിച്ച കാമത്തിനും കാമേശ്വരനായി നിൽക്കുന്ന ശ്രീ മഹാദേവനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ ജ്ഞാനമൂർത്തിയാണ്. ജ്ഞാനമാണ് കാമം എന്ന പദം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ അറിവിനും ഈശ്വരനായി, ശിവനായി, അടിസ്ഥാനമൂർത്തിയായിട്ടുള്ള മഹാദേവനിൽ വർത്തിക്കുന്നു ദേവി.
ശിവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ദേവി. പറയും, ശിവനും ശിവയും ഭേദമില്ല, അഭിന്നയാണ്. ശിവ എന്നാലും ശിവൻ എന്നാലും അഭിന്നമാണ്, യാതൊരു ഭേദവുമില്ല. ശിവൻ്റെ ചൈതന്യമാണ് ദേവി, പരമേശ്വരൻ്റെ ശക്തിയാണ് ദേവി, പരാശക്തിയാണ്. ശിവൻ്റെ, കാമേശ്വരൻ്റെ ഇച്ഛാശക്തിയാണ് ദേവി. മഹാദേവൻ്റെ കരുണയാണ് ദേവി, പ്രവൃത്തിയാണ് ദേവി, ജ്ഞാനമൂർത്തിയാണ് ദേവി. അങ്ങനെയാണ് ശിവകാമേശ്വരാംഗസ്ഥ, ശിവനിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിമൂർത്തിയാണ് മഹാദേവി, വേറെയല്ല. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം ശിവകാമേശ്വരാംഗസ്ഥായേ നമ. അടുത്ത നാമം ശിവ. ശിവ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപിണി, മംഗളസ്വരൂപിണി, സകല മംഗളങ്ങളും അരുളുന്നവൾ. ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. ശിവശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ശിവ. ശിവ എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ചൂട് എങ്ങനെയോ, സൂര്യന് പ്രഭ എങ്ങനെയോ, ചന്ദ്രന് നിലാവ് എങ്ങനെയാണോ അതുപോലെയാണ് ശിവന് ശിവ. അഭിന്നയാണ് ദേവി.